കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരുമോന്ന്? മൈലാഞ്ചി കുണ്ടിക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സർവീസ് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കാം. ഇതെനിക്ക് കുറേ പേര് അയച്ചു തരുന്നൊരു വീഡിയോ ആണ്. ഇവർ 2 പെൺകുട്ടികളിരുന്നുകൊണ്ട് ആരെയോ പ്രാങ്ക് ചെയ്യുകയാണ്. പറഞ്ഞു വരുമ്പോൾ ഫലത്തിൽ ഞാൻ ഒരുപാട് പേരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി പ്രാങ്ക് ചെയ്യുന്ന ചാനലും എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ അതെനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടാണ്. അതായത് പറ്റ ആളുകളെ പറ്റിച്ച് വീഡിയോ ചെയ്യുന്നതിൽ കുറ്റബോധം തോന്നിയിട്ടാണ് ഞാൻ നിർത്തിവെച്ചത്. പൂർണ്ണമായി നിർത്തിയെന്നല്ല, പക്ഷേ എനിക്കത് എന്തോ തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു പരിപാടി നിർത്തി. കോൾ ചെയ്തും പ്രാങ്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ദ്വയാർത്ഥം നമ്മൾ പറയൂ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സമൂഹത്തിലും ഒരുപാട് എതിർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ബോഡി ഷെയ്മിങ്, ദ്വയാർത്ഥ പരിപാടി നടത്തിക്കൊണ്ടിരുന്നൊരു മലയാളത്തിലെ പ്രമുഖ ചാനലിലെ പ്രോഗ്രാം തന്നെ നമ്മൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാം തന്നെ നിർത്തിപ്പോയിട്ടുണ്ടല്ലേ. ഈ പെൺകുട്ടികൾ 2 പേരോട് ഇരുന്നിട്ട് ഒരു മെഹന്തി ഇടുന്ന മൈലാഞ്ചി ഇടുന്ന ചേച്ചിയെ വിളിച്ചിട്ട് ഘോര അവർ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിൽ കൂടിയിരിക്കുന്ന 2 പേരിൽ 2 പേരുണ്ട്. ഇതിനകത്ത് ഒരാൾ മിണ്ടാതിരിക്കുകയാണ്, ഒരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്. വളരെ മോശമായിപ്പോയി, സത്യം പറഞ്ഞാൽ വളരെ മോശമായിപ്പോയെന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഈ വീഡിയോ പുറത്തുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിളിച്ച് പറ്റിച്ചു, അത് കഴിഞ്ഞു പോയി, ഓക്കെ. പക്ഷേ നിങ്ങൾ തന്നെ വീഡിയോ എടുത്തു. നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടാണല്ലോ അത് പുറത്ത് വന്നത്. അത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ പറയുന്ന കുട്ടി എനിക്കറിയത്തില്ല, പക്ഷെ കൂടിയിരിക്കുന്ന കുട്ടി എനിക്കറിയാം. അവരെ ഞാൻ പല എന്താ പറയുക ആങ്കറിങ് പരിപാടിക്ക് കണ്ടിട്ടുണ്ട്. അവർ വളരെ മാന്യമായിട്ട് ആങ്കറിങ് ചെയ്യുന്ന, വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയും കൂടെ ഇതിന് കൂട്ട് നിന്നു എന്ന് കാണുമ്പോൾ ഒരു 2 പേരുടെ ചേർന്ന് ചെയ്ത പരിപാടിയായിരിക്കും. പക്ഷേ ഒരുപാട് ദുഃഖം തോന്നുന്നു. ഈ ഒരു അവസരത്തിൽ ചെയ്തത് വൃത്തിയിട്ട പരിപാടി പോയി. ഇനി വേറെ ഭാഷയാണ് പറയേണ്ടത്, ഞാനത് പറയുന്നില്ല. 2 പെൺകുട്ടികളായതുകൊണ്ട് പേടിച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം പെൺകുട്ടികളാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ബ്ലറാക്കി പോലും ഞാൻ കാണിക്കുന്നത്. പെൺകുട്ടികളുടെ മുഖം ഞാൻ എല്ലാം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ പബ്ലിക്കലി ഇട്ടതാണ്. പലരും പബ്ലിക്കലി എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ബ്ലറാക്കി വെക്കാൻ കാരണം പെണ്ണായതുകൊണ്ടാണ്. വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഈ പ്രാങ്കിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അത് വലിയ വീഡിയോ ആണ്, ചെറിയ വീഡിയോ മാത്രമേ ഞാൻ വിടുന്നുള്ളൂ. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നുകൊണ്ടാണ് ഈ രാത്രിയിൽ തന്നെ വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ബാക്കി കാണാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? അതിൽ തന്നെ ആ എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്ന് ചോദിക്കുന്നതിൽ തന്നെ ഒരു ദ്വയാർത്ഥമുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ ആണുങ്ങളായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ, ഒരു പുരുഷൻ വിളിച്ചിട്ടൊരു പെൺകുട്ടിയെ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. അവനിന്ന് അകത്താ. നാളെ ശനി ഞായറും കൂടെ ആയതുകൊണ്ട് ജാമ്യം കിട്ടാതെ തിങ്കളാഴ്ച ജാമ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ. സ്ത്രീകളെ ലൈംഗികപരമായിട്ട് സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ അകത്ത് പോവേ. ഇവിടെ പെണ്ണാണ്ട ഒരു പ്രശ്നമില്ല, അവർ സേഫാണ്. ചെയ്ത പരിപാടി വളരെ മോശമാണ്. പക്ഷേ അത് ആണും കൂടാണ് ചെയ്തിരുന്നതെങ്കിൽ, ഇന്ന് ഞാനാണ് വിളിച്ചൊരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കി, ഒരു പ്രാങ്കാണെന്ന് തന്നെ കരുതട്ടെ. ഞാനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ, ഒരു പുരുഷനാണ് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇനി അടുത്ത വരുന്ന വാക്കുകളിലേക്ക് വരുമ്പോൾ ബാക്കി നമുക്ക് കാണാം. കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ്. കൈയും കാലും വരെ എത്തിയിട്ടുണ്ട്, വലിയ പ്രശ്നമില്ല. ഇനി പിള്ളേർ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത സാധനം പറയാനായിട്ട്. ഈ കുണ്ടി എന്ന് പറയുന്നതൊരു മോശം സാധനമൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ചിലർക്ക് ഈ ഇങ്ങനെ അത് എല്ലാവർക്കും ഉള്ള സാധനം തന്നെ കേട്ടോ. പക്ഷേ അവിടെ മൈലാഞ്ചി ഇടത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രശ്നം വരുന്നത് അതാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ തലയിലൊന്ന് മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖത്തൊന്ന് മൈലാഞ്ചി ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ നമുക്ക് ആ ഒരു രീതിയിൽ അർത്ഥത്തിൽ വേണമെങ്കിൽ എൻ്റെ മുഖത്തിലൊന്ന് മൈലാഞ്ചി ഇട്ട് തരുമോ, എൻ്റെ നെറ്റിക്കൊന്ന് മൈലാഞ്ചി ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് വേണമെങ്കിൽ പ്രാങ്കാക്കാം. എനിക്ക് മൈലാഞ്ചി ഇടണം, ഇവിടെ എൻ്റെ കവളി മൈലാഞ്ചി ഇടണം, എനിക്കിവിടെ മൈലാഞ്ചി ഇടണം, ഇവിടെ എൻ്റെ നെറ്റിക്ക് മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രാങ്കാക്കാം, നമുക്ക് ഫണ്ണാക്കി എടുക്കാം. എന്താ, എനിക്ക് കല്യാണത്തിൻ്റെ ദിവസം എന്നെ കെട്ടുന്ന എനിക്ക് അവിടെ എൻ്റെ നെറ്റി കാണുമ്പോൾ മൈലാഞ്ചി വേണം. പക്ഷേ ഇത് കുണ്ടിയിലേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടെ നല്ല രീതിയിൽ അത് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ, നല്ല രീതിയിലല്ല മോശമായിട്ട് രീതിയിൽ വേറെ അർത്ഥത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കുണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞാൽ കുണ്ടി ഒരു മോശം വാക്കല്ല, എല്ലാവർക്കും ഉള്ള സാധനം തന്നെ. പക്ഷേ അതിനെ ഈ രീതിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ, അതിനെ ഇൻറ്റൻഷനലി തന്നെ അവർ വീഡിയോ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ, അത് ഇത്രയും വിദ്യാഭ്യാസമുള്ള സാമൂഹികപരമായിട്ട് ഇടപെടുന്ന ആളുകൾ അതിനകത്ത് നിൽക്കുമ്പോൾ കഷ്ടമായിപ്പോയി. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? അടിപൊളി, ഇതാ എത്തിയിട്ടുണ്ട്, കുണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇവിടെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. അവർക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല, അവർക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി കിളി പോയിരിക്കുകയാണ്. ഇനി ആ ചേച്ചിയുടെ ഒരു വേഷം വരുമോ എന്നറിയത്തില്ല. അവർ ചേച്ചി ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് ഫണ്ണായിട്ട് എടുക്കാൻ. കാരണം അവർ ഇതിന് ശേഷം അവർ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. ആ ചേച്ചിക്കും പ്രശ്നം കാണത്തില്ല, ഇവർക്കും പ്രശ്നം കാണത്തില്ല. ഇത് പ്രാങ്കാണ്, ഞാനും പ്രാങ്ക് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല പ്രാങ്ക് ചെയ്തിട്ടുള്ള ആളാണ്. പ്രാങ്ക് പൊതുവെ എല്ലാവരും ഒന്നും ഹാപ്പിയാക്കി എല്ലാവരെയും ഒന്നും കയ്യിലെടുത്ത് ചെയ്യുന്ന കാര്യമല്ല. പ്രാങ്കൊക്കെ പലരും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രാങ്കിലും നമുക്ക് എത്ര പറ്റിച്ചാലും അതിലൊരു മിതത്വം പാലിക്കാം, അതിൽ ഫണ്ണ് കൊണ്ടുവരാം. പക്ഷേ അതിന് ദ്വയാർത്ഥത്തിലേക്കും
ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം പെരുത്ത് കിടക്കുന്ന ഒരാളുകളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നമാണ്. കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? അടിപൊളി. ഇന്ന് ആലോചിച്ചോക്കി, ഇത് കുണ്ടിയില്ലേ കുണ്ടിയിൽ ഇട്ട് തരുമെന്നും കൂടെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് നിങ്ങൾക്ക് ഏത് അർത്ഥത്തിലാണ് എടുക്കുന്നത്? പല അർത്ഥതലങ്ങൾ അതിനുണ്ട്, മനസ്സിലായോ? പല തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ഭയങ്കര മോശമായിപ്പോയി, ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല, ഭയങ്കര മോശമായി. ഇനിയിപ്പോൾ ഇവർക്ക് വരാൻ പോകുന്ന സൈബർ ബുള്ളിങ് ഇനി വേറെ ലെവലായിരിക്കും. പെൺകുട്ടികൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇവർക്ക് വരാൻ പോകുന്ന സൈബർ ബുള്ളിങ് അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. നോക്കിയിരിക്കുകയാണ് സമൂഹം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ. ഒരു പെണ്ണങ്ങോട്ട് പോകുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവൾ എന്തൊക്കെ പറയാൻ പറ്റുന്ന മാക്സിമം പറയാനായിട്ട്. അവൾ എങ്ങനെ മാന്യമായിട്ട് ജീവിച്ചാലും അവളെ പറയാനായിട്ടുള്ള മാക്സിമം ആളുകൾ നോക്കിയിരിക്കുക, ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെയും കൂടെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കയ്യിൽ നിന്ന് വിവരക്കേടും കൂടെ പറഞ്ഞ് കൊണ്ട് ഇട്ട് കൊടുത്തുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്നുമില്ല, ഏറി പോകാനായിട്ട് ഒന്നും വേണ്ട. കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോ അയച്ചു തരാം, ഞാൻ ഇതുവരെ വീഡിയോ കണ്ടില്ല. ഇന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് ഇംഗ്ലീഷിൽ എനിക്ക് കുറേ ടൈപ്പ് ചെയ്തു ഇത് വീഡിയോ. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീഡിയോ കയറി നോക്കി, അപ്പോഴാണ് ഇത് റിയാക്ട് ചെയ്യാൻ ഇവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ പല കാര്യങ്ങളും സമൂഹത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല. ഇങ്ങനൊരു വിഷയം നടന്നിട്ട് ഒരാളുടെ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ തൊഴിൽ ഇങ്ങനെ പരമായിട്ട് അവരെ അപമാനം, എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമൊന്നും തോന്നുന്നൊന്നുമില്ല. പല ജോലി ചെയ്യുന്നവരെ ഒക്കെ പലരും പ്രാങ്ക് ചെയ്യുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നത്, അതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ അവർ ഈ പറഞ്ഞ എൻ്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയത്തിൽ വന്ന ആ ഒരു സബ്ജക്റ്റിൽ വന്ന ആ ഒരു കുണ്ടിപ്പദങ്ങളും അത് വേറെ രീതിയിലേക്ക് വരുമ്പോഴും, മാത്രമല്ല ഈ പറഞ്ഞ കുണ്ടി എന്നുള്ള വാക്ക് ഞാനിപ്പോൾ പലവണ്ണം ഉച്ചരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആരെയും ഷെയിം ചെയ്യുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അത് ഉള്ള വാക്ക് തന്നെ, നിഘണ്ടുവിലുള്ള വാക്കാണ്. പക്ഷേ ഞാനിത് വിളിച്ചിട്ടൊരു പെൺകുട്ടിയെ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കുണ്ടി വന്ന് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു പുരുഷൻ പുരുഷൻ എന്ന രീതി ഞാൻ പറഞ്ഞുള്ള അവസ്ഥ എന്നാലും നോക്കി. സ്ത്രീക്കും പുരുഷനും ഒരു നിയമമുള്ള ഈക്വാലിറ്റിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ വന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുരുഷനാണ് പറയുന്നതെങ്കിലുള്ള അവസ്ഥയും കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2 മാസത്തേക്ക് അവൻ ഏറില്ല. പോയിട്ട് അതും കഴിഞ്ഞിട്ട് നിയമപരമായിട്ട് അവൻ അകത്തു പോകും. ഇവരുടെ പേരിൽ എന്ത് നിയമ നടപടി എടുക്കും? ഇവർക്ക് 2 പേർക്കും പൊരുത്തമാണെങ്കിലും പ്രശ്നമില്ലെങ്കിലും. എൻ്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഇനി അവരുടെ ചിരി എപ്പിസോഡാണ്, അതങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നു, ഇതിപ്പോൾ ഇവർക്ക് 2 പേർക്കും പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. ഈ വിളിച്ചവർക്കും വിളിക്കപ്പെട്ടവർക്കും പ്രശ്നം കാണത്തില്ല. അവർ അങ്ങ് പോകുന്നു. ഇതിപ്പം സമൂഹത്തിൽ ഒരു വിഷയമായിട്ട് വന്നാലും കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ വിളിച്ചവർ ആൺകുട്ടികളായിരുന്നെങ്കിൽ, അപ്പുറത്ത് നിന്നത് പെൺകുട്ടിയായിരുന്നെങ്കിൽ, ആ കേട്ടവർ ഒന്നും വേണ്ട, സ്വമേധയാ കേസെടുക്കും. എന്താ, സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക ചൊവ്വയുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേസ് വരുമോ? വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാനിതിലൊന്നും പറയത്തൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അഥവാ ഹേർട്ട് ചെയ്താലും അവരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ ചെയ്യാം. ഹേർട്ട് ചെയ്യാൻ മീൻസ് അവരെ ഇച്ചിരി നേരത്തേക്ക് അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടോ അവരവരൊക്കെ ചേർന്നിട്ടൊക്കെ ചെയ്യാറുണ്ട് പലരും. പക്ഷേ അതിനെ വേറെ തലത്തിലേക്ക്, ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച സമൂഹത്തിലേക്ക് ഇട്ടും കൂടെ കൊടുത്ത് അങ്ങനെയും കൂടെ ആകുമ്പോഴത്തേക്കിനും അത് ഭയങ്കരമായിട്ട് മോശമായി പോകും. ഈ നല്ലൊരു എന്താ പറയുക, പരിപാടിയെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ, മോശമായിട്ടും ചെയ്യാം. അത് മോശമായിട്ട് അങ്ങ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. ഇത് അതിൻ്റെ ഒരു ടോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വയാർത്ഥം നല്ല രീതിയിലുണ്ട്. ദ്വയാർത്ഥം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ചിന്തിച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഇച്ചിരി മോശമായി പോയി. അതുകൊണ്ട് ഈ ഒരു രാത്രിയിൽ തന്നെ വന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ഇതിൻ്റെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ആരും ചെയ്യാതിരിക്കുക. പ്രാങ്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എത്തിക്സ് ഇല്ല, അതിന് പറ്റിക്കൽ പരിപാടിയാണ്. പക്ഷേ അതിനൊരു നമുക്ക് മാന്യത കീപ്പ് ചെയ്യാൻ പറ്റും. അവരെന്തെങ്കിലും ഹാപ്പിയാക്കി, അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു ആൾ വിളിക്കുന്നു, നമ്മൾ മൈലാഞ്ചി ഇടുന്ന ഒരാളാണ്, നമ്മൾ ആ ജോലിയെ വളരെ രീതിയിൽ മാനിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നമ്മൾ കല്യാണമാണെന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? മൈലാഞ്ചി മൈലാഞ്ചി ഇടാൻ വിചാരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കാലി മൈലാഞ്ചി ഇടാൻ. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് വിചാരിക്കും. ഇപ്പം വിളിക്കുന്ന ആൾ നമ്മളെ പറ്റിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ തന്നെ നമ്മളെന്താ വിചാരിക്കുന്നത്? ആ കയ്യിൽ മൈലാഞ്ചി ഇടുന്നത് 3500 എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു 350 രൂപയ്ക്ക് ചെയ്ത് തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് മൈലാഞ്ചി ഇട്ട് തരുമോ? അങ്ങനെയൊക്കെ പറ്റിക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ കുണ്ടി മൈലാഞ്ചി ഇട്ട് തരണമെന്ന് ഈ ഒരു പെങ്കൊച്ച് തന്നെ വിളിച്ച് പറയുന്നു. അപ്പോഴത്തേക്കിനും ആ ചേച്ചിയുടെ കിളി പറഞ്ഞ് എവിടെയെങ്കിയോ പോയി കാണും. ഫോൺ വെച്ച് അവർ വിളിച്ചിട്ടും എടുത്തില്ല. ഇവർ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെ ചിരി കഴിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു ചിരിച്ച് എയറിലെത്തിയിട്ടുണ്ട്. ഈ ചിരിയൊക്കെ മാഞ്ഞ് നൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഒന്നും പറയാനില്ല, വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.